കോഴിക്കോട് വയനാട് ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. കോഴിക്കോട് മറിപ്പുഴയിൽ നിന്നാണ് തുരങ്കപാത പ്രവർത്തികൾ ആരംഭിച്ചത്. തുരങ്കപാതയുടെ പ്രവർത്തികൾ കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴയിൽ നിന്നാണ് ആരംഭിച്ചത്. മറിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മാണത്തിനാവശ്യമായ വലിയ വാഹനങ്ങളും സാമഗ്രികളും കൊണ്ടുപോകുന്നതിനുള്ള താൽക്കാലിക പാല നിർമ്മാണമാണ് ആദ്യം നടക്കുന്നത്. പ്രവൃത്തി ആരംഭിച്ചതോടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നത്തെ വർക്ക് ഇവിടെ താൽക്കാലിക പാലവും അനുബന്ധിച്ചുള്ള റോഡുമാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നമ്മുടെ ഉദ്ഘാടനം നടന്നെങ്കിലും നമ്മുടെ ഭാഗത്ത് പണി തുടങ്ങാൻ കഴിഞ്ഞില്ല. മഴയും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് വയനാട്ടിൽ പണി തുടങ്ങി. ഇപ്പോൾ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ ഇത് താൽക്കാലിക പാലം നിർമ്മിച്ച് റോഡ് അപ്പുറത്തേക്ക് എത്തിക്കും. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററും വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററുമായി 8.73 കിലോമീറ്ററാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. 60 മാസമാണ് നിർമ്മാണ കരാർ. അതിനു മുൻപ് തന്നെ പൂർത്തിയാകുമെന്നാണ് കൊങ്കൺ റെയിൽവേ പറയുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാകും ഇത്. പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റു 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 5771 മീറ്റർ വനമേഖലയിലൂടെ 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.